നസർ താസയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ജ്യൂസ് റംസാൻ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടിയുള്ള ജ്യൂസാണ്, മാംഗോ ജ്യൂസാണ്. അതിന് സാധാരണ പാൽ ഉപയോഗിച്ചാണ് മാംഗോ ജ്യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ നോമ്പ് തുറക്കുന്ന സമയത്ത് പാല് നല്ലതല്ല. അതുകൊണ്ട് പാൽ ഉപയോഗിക്കാതെ നല്ല തണുത്ത വെള്ളത്തിൽ ജ്യൂസ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് ആദ്യം നല്ല മാങ്ങ തെരഞ്ഞെടുക്കണം. ഇത് സിന്ദൂർ മാങ്ങയാണ്. ഈ മാങ്ങ തെരഞ്ഞെടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കാം. മാങ്ങ തെരഞ്ഞെടുക്കുന്നിടത്താണ് ജ്യൂസിന്റെ ടേസ്റ്റ്. ഈ കളറ് നോക്കി, മാങ്ങയുടെ ഷേപ്പ് നോക്കിയിട്ട് നല്ല മൂത്ത മാങ്ങ തെരഞ്ഞെടുത്ത് പഴുത്തത് അടിക്കാം. അപ്പൊ ആദ്യം നമുക്ക് മാങ്ങ കട്ട് ചെയ്യാം. ഈ മാങ്ങ നല്ല കാമ്പുള്ള മാങ്ങയാണ്. ഇത് നല്ല കളറും കിട്ടും ജ്യൂസിന്. പ്രത്യേകിച്ച് കളറൊന്നും ചേർക്കണ്ട. നമ്മൾ സാമ്പിളിന് മാത്രം ജ്യൂസ് അടിക്കുന്നത്. എളുപ്പത്തിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാമ്പ് എടുക്കുന്നതിന് വേണ്ട ഒരു എളുപ്പവിദ്യയാണ്. ചെറിയ സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് മിക്സിയിലേക്ക് പൂർണ്ണമായിട്ടും കാമ്പ് പോകുന്ന പഞ്ചസാര ചേർക്കാം. അത് 2-3 ജ്യൂസിനുള്ളതാണ്. വലിയ സ്പൂണ് പഞ്ചസാര, പിന്നെ ഒരു നുള്ളു ഉപ്പ്, അധികമാകരുത്, ഒരു നുള്ളു ഉപ്പ്. നമ്മളെ മാങ്ങയുടെ ടേസ്റ്റ് ഫുൾ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇനി നല്ല തണുത്ത വെള്ളം വെക്കുക. ഐസുള്ള വാട്ടർ വെക്കുക. മിക്സ് ഓൺ ചെയ്യാം. ഈ മിക്സി ഇത് അടിവട്ടം കുറഞ്ഞ മിക്സി ആയതുകൊണ്ട്, കൂടിയ മിക്സി ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഉള്ളിലുള്ള പ്യൂർനെസ് എടുക്കുന്ന സാധനം ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഒഴിവാക്കിയെന്ന് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഈ ജ്യൂസ് നല്ല ടേസ്റ്റാണ്. മാങ്ങയും വെള്ളവും മാത്രമാണ് ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നല്ല കളറുണ്ട്.
നല്ല ഫ്രഷ് ജ്യൂസ്. നല്ല കട്ടിയുണ്ട്. ഇനി ഇത് കട്ടി കുറച്ചാല് ഗസ്റ്റൊക്കെ വരാണ് ഒരു 5-6 പേർക്ക് കൊടുക്കാവുന്ന പഞ്ചസാര കുറച്ചാലിട്ട് നല്ല ഈ കളർ തന്നെ കിട്ടും. ആണ് ഈ മാങ്ങയുടെ പ്രത്യേകതയാണിത്. അപ്പൊ ഇന്ന് നമ്മളെ നോമ്പ് തുറക്കുന്നതിനുള്ള സ്പെഷ്യൽ മാംഗോ ജ്യൂസ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.